തിരുനെല്ലിയിലെ നരഭോജി വേട്ട. പശ്ചിമഘട്ടത്തിന്റെ ഹൃദയഭാഗത്ത് കോടമഞ്ഞും വൻ വൻമരങ്ങളും എപ്പോഴും കാവൽ നിൽക്കുന്ന തിരുനെല്ലിയിലെ വനപ്രദേശങ്ങൾ. കാലം 1936. ഇരുണ്ട പച്ചപ്പണിഞ്ഞ ആ മലനിരകളിൽ അന്ന് ഭയമൊരു ശാപം പോലെ പടർന്നു പിടിച്ചിരുന്നു. പകൽ വെളിച്ചത്തിൽ പോലും കാടിൻ്റെ അതിർത്തികളിലേക്ക് പോകാൻ ഗ്രാമീണർ ഭയപ്പെട്ടു. സൂര്യൻ പടിഞ്ഞാറൻ മലനിരകൾക്ക് പിന്നിൽ മറയുന്നതോടെ തിരുനെല്ലി ഗ്രാമം പൂർണ്ണമായ നിശബ്ദതയിലേക്ക് വഴുതി വീഴും. വീടുകളുടെ കനത്ത മരവാതിലുകൾ ഇരട്ടത്താഴിട്ട് പൂട്ടും. മുറ്റത്ത് കെട്ടിയിരിക്കുന്ന നായ്ക്കൾ പോലും കുരയ്ക്കാൻ ഭയന്ന് വാല് ചുരുട്ടി വിറച്ചുകൊണ്ട് കിടക്കും. കാറ്റിൻ്റെ ഇരമ്പലിനും ചീവീടുകളുടെ കരച്ചിലിനുമിടയിൽ ഇരുളിൽ പതിയിരിക്കുന്ന ആ ഭീകരൻ്റെ കാൽപ്പെരുമാറ്റം കേൾക്കാൻ ഗ്രാമീണർ ശ്വാസമടക്കി കാതോർത്തു. കഴിഞ്ഞ 4 മാസത്തിനിടെ 9 മനുഷ്യജീവനുകളാണ് ആ കാട്ടിലെ നരഭോജി അപഹരിച്ചത്. വിറക് പെറുക്കാൻ പോയ സ്ത്രീകളും കന്നുകാലികളെ മേയ്ക്കാൻ പോയ ഇടയന്മാരും മാത്രമല്ല, സ്വന്തം വീടിൻ്റെ വരാന്തയിൽ ഉറങ്ങിക്കിടന്ന ഒരു വൃദ്ധൻ വരെ അതിൽ ഉൾപ്പെട്ടിരുന്നു. അതൊരു സാധാരണ കടുവയല്ലെന്നും മനുഷ്യൻ്റെ മാംസത്തിൻ്റെ രുചിയറിഞ്ഞ കാടിൻ്റെ ദുർദേവതയാണെന്നും ഗ്രാമീണർ വിശ്വസിച്ചു. ഓരോ കൊലപാതകത്തിന് ശേഷവും അത് അപ്രത്യക്ഷമാകും. പിന്നെ ദിവസങ്ങൾക്ക് ശേഷം മൈലുകൾക്കപ്പുറമുള്ള മറ്റൊരു ഗ്രാമത്തിലാകും അതിൻ്റെ അടുത്ത ആക്രമണം. ഭയം അതിരുവിട്ടപ്പോൾ ഗ്രാമത്തലവൻ മദ്രാസ് പ്രസിഡൻസിയിലെ ബ്രിട്ടീഷ് അധികാരികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് നിരവധി കത്തുകൾ അയച്ചു. ഗ്രാമീണരുടെ കണ്ണീരിനും പ്രാർത്ഥനകൾക്കും ഒടുവിലാണ് കേണൽ റിച്ചാർഡ്സ് ആ ഗ്രാമത്തിലേക്ക് വരുന്നത്. ബ്രിട്ടീഷ് ആർമിയിൽ നിന്ന് വിരമിച്ച റിച്ചാർഡ്സ് ഇന്ത്യയിലെ പല കാടുകളിലും വേട്ടയാടി പരിചയമുള്ള വളരെ ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനായിരുന്നു. തൻ്റെ തോളിൽ തൂക്കിയ ഡബിൾ ബാരൽ എക്സ്പ്രസ് റൈഫിളിൽ അദ്ദേഹത്തിന് വലിയ അഹങ്കാരമായിരുന്നു. ഗ്രാമത്തിലെത്തിയ അദ്ദേഹം ഗ്രാമീണരുടെ ഭയം കണ്ട് പുച്ഛിച്ചു ചിരിച്ചു. ഒരു സാധാരണ കടുവയെ പേടിച്ച് വീടിനുള്ളിൽ ഒളിക്കുന്ന ഈ പാവങ്ങളെ അദ്ദേഹം പരിഹസിച്ചു. വെറുമൊരു മൃഗം, അതിനെ എനിക്ക് ഒറ്റ രാത്രി കൊണ്ട് തീർക്കാൻ കഴിയും. നാളെ രാവിലെ ആ കടുവയുടെ തോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അദ്ദേഹം ഗ്രാമത്തലവനോട് ഉറപ്പിച്ചു പറഞ്ഞു. അന്ന് വൈകുന്നേരം തന്നെ കാടിൻ്റെ അതിർത്തിയിൽ ഒരു പോത്തിനെ കടുവ കൊന്നിട്ടുണ്ടെന്ന വാർത്ത വന്നു. റിച്ചാർഡ്സ് ഒട്ടും സമയം കളയാതെ തൻ്റെ സഹായികളോടൊപ്പം അവിടേക്ക് തിരിച്ചു. പാതി ഭക്ഷിച്ച പോത്തിൻ്റെ ജഡത്തിന് സമീപമുള്ള ഒരു വലിയ പ്ലാവിൻ കൊമ്പിൽ അദ്ദേഹം ഒരു മച്ചാൻ അഥവാ ഏറുമാടം കെട്ടി. സഹായികളെ ഗ്രാമത്തിലേക്ക് തിരിച്ചയച്ച ശേഷം അദ്ദേഹം തൻ്റെ തോക്കിൽ തിരകൾ നിറച്ച് കാത്തിരിപ്പ് തുടങ്ങി. സൂര്യാസ്തമയമായി. കാട് പതിയെ ഇരുളിലേക്ക് ഊളിയിട്ടു. ഓരോ നിമിഷവും കാടിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരുന്നു. പകൽ സമയത്തെ ശബ്ദങ്ങൾ നിലച്ച് രാത്രിയുടെ ഭയാനകമായ നിശബ്ദത കാടിനെ പൊതിഞ്ഞു. മരച്ചില്ലകൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന നിലാവെളിച്ചത്തിൽ പോത്തിൻ്റെ ജഡം ഒരു കറുത്ത രൂപമായി മാത്രം അദ്ദേഹത്തിന് കാണാമായിരുന്നു. മരങ്ങൾക്ക് മുകളിൽ നിന്ന് ഒരു മൂങ്ങ നീട്ടി മൂളി. മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങി. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും കടുവ ഇരയെ തേടി വന്നില്ല. റിച്ചാർഡ്സിന് ക്ഷമ നശിച്ചു തുടങ്ങിയിരുന്നു. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. മഞ്ഞുവീഴ്ച ശക്തമായി. കൊടും തണുപ്പിൽ അദ്ദേഹത്തിൻ്റെ വിരലുകൾ മരവിച്ചു. സാധാരണഗതിയിൽ ഇരയെ ബാക്കി വെച്ച് പോയ കടുവ തീർച്ചയായും രാത്രിയിൽ അത് ഭക്ഷിക്കാൻ മറങ്ങി വരേണ്ടതാണ്. എന്നാൽ ഈ നരഭോജി അസാധാരണമാംവിധം ബുദ്ധിമാനായിരുന്നു. അത് വളരെ നേരത്തെ തന്നെ അവിടെ വന്നിരുന്നു. എന്നാൽ ഇരയ്ക്ക് മുകളിലെ മരക്കൊമ്പിലിരിക്കുന്ന മനുഷ്യൻ്റെ ഗന്ധം അത് കൃത്യമായി തിരിച്ചറിഞ്ഞു. ഇരുളിൽ ഒളിഞ്ഞിരുന്ന് മരത്തിന് മുകളിലെ മനുഷ്യനെ അത് നിരീക്ഷിക്കുകയായിരുന്നു. പുലർച്ചെയായപ്പോഴേക്കും റിച്ചാർഡ്സ് പൂർണ്ണമായും തളർന്നിരുന്നു. തണുപ്പ് സഹിക്കാൻ കഴിയാതെയും കടുവ ഇനി വരില്ലെന്ന തികഞ്ഞ ഉറപ്പിലും അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം ചെയ്തു. നേരം പൂർണ്ണമായും വെളുക്കുന്നതിന് മുൻപ് മച്ചാനിൽ നിന്ന് അദ്ദേഹം താഴെ ഇറങ്ങി. മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി തൻ്റെ ഫ്ലാസ്കിൽ നിന്ന് കുറച്ച് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി റൈഫിൾ ഒരു മരത്തിൽ ചാരിവെച്ച് അദ്ദേഹം തിരിഞ്ഞു. ആ നിമിഷം പുറകിലെ വലിയ മുളങ്കൂട്ടത്തിൽ നിന്ന് ഒരു ഉണങ്ങിയ ഇല ഞെരിയുന്ന നേരിയ ശബ്ദം അദ്ദേഹം കേട്ടു. ഞെട്ടിത്തിരിഞ്ഞ് റൈഫിൾ എടുക്കാൻ അദ്ദേഹം കൈനീട്ടിയതും മഞ്ഞയും കറുപ്പും കലർന്ന ഒരു ഭീമൻ ഇടിമിന്നൽ പോലെ ആ മൃഗം അദ്ദേഹത്തിൻ്റെ മേൽ പതിച്ചു കഴിഞ്ഞിരുന്നു. ഒരു നിലവിളി പോലും പുറപ്പെടുവിക്കാൻ ആ കടുവ അദ്ദേഹത്തെ അനുവദിച്ചില്ല. തൻ്റെ അതിശക്തമായ താടിയെല്ലുകൾ കൊണ്ട് അത് റിച്ചാർഡ്സിൻ്റെ കഴുത്തെല്ല് നിമിഷ നേരം കൊണ്ട് തകർത്തു. വേട്ടക്കാരൻ അവിടെ ഇരയായി മാറി. റിച്ചാർഡ്സിൻ്റെ ദാരുണമായ മരണവാർത്ത
ടെലഗ്രാം വഴിയാണ് ഞാൻ അറിയുന്നത്. എൻ്റെ പേര് ആർതർ. ജിം കോർബറ്റിനൊപ്പം ഉത്തരേന്ത്യൻ കകാടുകളിൽ പലതവണ നരഭോജികളെ പിന്തുടർന്ന് പരിചയമുള്ള എനിക്ക് റിച്ചാർഡ്സ് ഒരു പഴയ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. എന്നാൽ അതിനേക്കാളുപരി ഒരു പരിചയസമ്പന്നനായ വേട്ടക്കാരനെ തോൽപ്പിച്ച ആ കടുവയുടെ ബുദ്ധിശക്തിയും തന്ത്രവും എന്നെ അത്ഭുതപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഞാൻ തിരുനെല്ലിയിലെത്തുമ്പോൾ ഗ്രാമം ഒരു ശവപ്പറമ്പിന് തുല്യമായിരുന്നു. ആളുകളുടെ മുഖത്ത് പ്രതീക്ഷയുടെ അവസാനത്തെ കണികയും വറ്റിപ്പോയിരുന്നു. ഞാൻ വിശ്രമിക്കാൻ നിൽക്കാതെ ആദ്യം പോയത് റിച്ചാർഡ്സ് കൊല്ലപ്പെട്ട ആ പ്ലാവിൻ ചുവട്ടിലേക്കാണ്. അവിടെ ചോരപ്പാടുകൾ മണ്ണിൽ കരിഞ്ഞു പിടിച്ചിരുന്നു. റിച്ചാർഡ്സിൻ്റെ പൊട്ടിയ തോക്ക് ഒരു വശത്ത് അനാഥമായി കിടപ്പുണ്ടായിരുന്നു. ഞാൻ നിലത്ത് മുട്ടുകുത്തി ആ കടുവയുടെ കാൽപ്പാടുകൾ വളരെ സൂക്ഷ്മമായി പരിശോധിച്ചു. വളരെ വലിയ, ആഴത്തിൽ പതിഞ്ഞ കാൽപ്പാടുകൾ. മുൻകാലിൻ്റെ പാടുകൾക്ക് അസാധാരണമായ വലിപ്പമുണ്ട്. അതൊരു പൂർണ്ണ വളർച്ചയെത്തിയ വലിയ ആൺകടുവയാണ്. കൂടുതൽ വിശദമായി പരിശോധിച്ചപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് വ്യക്തമായി. അതിൻ്റെ ഇടത്തെ മുൻകാലിൻ്റെ വിരലുകൾക്ക് ചെറിയൊരു വൈകല്യമുണ്ട്. കാൽപ്പാട് നിലത്ത് പതിയുന്നതിന് ഒരു പ്രത്യേക ചരിവുണ്ട്. എപ്പോഴോ സംഭവിച്ച ഒരു വലിയ അപകടം അല്ലെങ്കിൽ ഉണങ്ങാത്തൊരു മുറിവ്. ആ വേദനയാകാം അതിനെ കാട്ടിലെ വേഗതയുള്ള ഇരകളെ പിടിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചതും ഓടാൻ കഴിവില്ലാത്ത, എളുപ്പത്തിൽ പിടിക്കാൻ കിട്ടുന്ന മനുഷ്യരിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചതും. തുടർന്നുള്ള 4 ദിവസങ്ങൾ നരകതുല്യമായ തിരച്ചിലായിരുന്നു. തിരുനെല്ലിയുടെ കൊടുങ്കാടുകളിലൂടെ, കുത്തനെയുള്ള മലഞ്ചെരിവുകളിലൂടെ, അട്ടകൾ നിറഞ്ഞ ചോലകളിലൂടെ ഞാനതിനെ അന്വേഷിച്ചു നടന്നു. വെയിലോ മഴയോ വകവെക്കാതെ ഒരു തോൽവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഞാൻ സഞ്ചരിച്ചു. ഈ നരഭോജി സാധാരണ കടുവകളെപ്പോലെ ഒരിടത്തു തന്നെ നിൽക്കുന്ന സ്വഭാവക്കാരനല്ല. അത് ഓരോ കൊലപാതകത്തിന് ശേഷവും 10-15 മൈലുകളോളം സഞ്ചരിച്ച് പുതിയ പ്രദേശത്തേക്ക് മാറുന്നു. അതുകൊണ്ടുതന്നെ അതിനെ ട്രാക്ക് ചെയ്യുക എന്നത് അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു. 5-ാം ദിവസം ഉച്ചയ്ക്ക് കടുത്ത ചൂടിൽ കാടിൻ്റെ ഇലയനക്കം പോലും നിലച്ച സമയത്ത് ഒരു കാട്ടരുവിയിൽ നിന്ന് മുഖം കഴുകുന്നതിനിടയിലാണ് ആ നിശബ്ദത കീറി മുറിച്ചുകൊണ്ട് ലങ്കൂർ കുരങ്ങുകളുടെ ഭയപ്പെടുത്തുന്ന അപായ ശബ്ദം ഞാൻ കേട്ടത്. കടുവയോ പുള്ളിപ്പുലിയോ താഴെ നടക്കുമ്പോഴാണ് കുരങ്ങുകൾ മരത്തിന് മുകളിലിരുന്ന് ഈ പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കുന്നത്. തൊട്ടു പിന്നാലെ കാടിൻ്റെ ഉൾഭാഗത്തു നിന്ന് ഒരു വലിയ മ്ലാവിൻ്റെ നിലവിളിയും മുഴങ്ങി. എനിക്ക് മനസ്സിലായി, നരഭോജി അടുത്തൊക്കെയുണ്ട്. അവൻ നടന്നിറങ്ങുകയാണ്. എൻ്റെ കയ്യിലെ ജെഫ്രി ഡബിൾ ബാരൽ റൈഫിളിൽ ഞാൻ പുതിയ തിരകൾ നിറച്ചു. സേഫ്റ്റി ക്യാച്ച് മാറ്റി വിരലുകൾ ട്രിഗറിൽ വെച്ച് കാറ്റിൻ്റെ ഗതി മനസ്സിലാക്കി ഞാൻ വളരെ പതുക്കെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. ഉണങ്ങിയ ഇലകളിൽ ചവിട്ടാതിരിക്കാൻ ഞാൻ ഓരോ ചുവടും വളരെ ശ്രദ്ധിച്ചാണ് വെച്ചത്. കാടിൻ്റെ ഓരോ ശ്വാസോച്ഛ്വാസം പോലും ആ നിമിഷം എനിക്ക് കേൾക്കാമായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ഈട്ടിമരത്തിൻ്റെ ചുവട്ടിൽ പുതിയൊരു കാൽപ്പാട് ഞാൻ കണ്ടു. നനഞ്ഞ മണ്ണിൽ അത് വളരെ വ്യക്തമായി പതിഞ്ഞിരുന്നു. ഇടത്തെ കാലിൻ്റെ അതേ ചരിവ്. യാതൊരു സംശയവുമില്ല, അത് തിരുനെല്ലിയിലെ നരഭോജി തന്നെ. കാൽപ്പാടുകൾ എന്നെ നയിച്ചത് അതിവിശാലവും ഇടതൂർന്നതുമായ ഒരു മുളങ്കാട്ടിലേക്കാണ്. പകലിൽ പോലും സൂര്യപ്രകാശം കടക്കാത്ത അത്രയും ഇരുണ്ട പ്രദേശം. ഉണങ്ങിയ മുളയിലകൾ നിലത്തൊരു പരവതാനി പോലെ കിടപ്പുണ്ട്. പെട്ടെന്ന് കാറ്റിൽ ഒരു പ്രത്യേക ഗന്ധം വന്നെത്തി. അഴുകിയ മാംസത്തിൻ്റെയും കടുവയുടെ ശരീരത്തിൻ്റെയും വിയർപ്പിൻ്റെയും രൂക്ഷഗന്ധം. എൻ്റെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. നെറ്റിയിലൂടെ വിയർപ്പ് കണങ്ങൾ ഒലിച്ചിറങ്ങി. ഞാനൊരു മരത്തിന് മറവിൽ അനങ്ങാതെ പതഞ്ഞു നിന്നു. എൻ്റെ കണ്ണുകൾ ആ ഇരുണ്ട മുളങ്കൂട്ടങ്ങൾക്കിടയിലൂടെ പരതിക്കൊണ്ടിരുന്നു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം മുളങ്കൂട്ടങ്ങൾക്കിടയിലൂടെ നേരിയ ഒരു അനക്കം ഞാൻ കണ്ടു. ആദ്യമത് കാറ്റ് വീശിയതാണെന്നാണ് കരുതിയത്. എന്നാൽ വീണ്ടും ആ അനക്കമുണ്ടായി. ശ്വാസമടക്കി പിടിച്ച് സൂക്ഷിച്ചു നോക്കിയപ്പോൾ കരിയിലകൾക്കിടയിലൂടെ ഓറഞ്ചും കറുപ്പും കലർന്ന ആ വലിയ ശരീരത്തിൻ്റെ ഒരു ഭാഗം എനിക്ക് കാണാമായിരുന്നു. ആ ഭീമൻ കടുവ അവിടെ കിടന്നുറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ തുടർച്ചയായ യാത്രകൾ അതിനെയും ക്ഷീണിപ്പിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ വലിപ്പം എന്നെ ശരിക്കും ഭയപ്പെടുത്തി. ഒരു സാധാരണ ബംഗാൾ കടുവയേക്കാൾ എത്രയോ വലുതായിരുന്നു അത്. എന്നാൽ അതിനെ വെടിവെക്കാൻ വ്യക്തമായ ഒരു ലക്ഷ്യം എനിക്കപ്പോൾ കിട്ടിയിരുന്നില്ല. തലയോ നെഞ്ചോ കൃത്യമായി കണ്ടാൽ മാത്രമേ വെടിവെക്കാവൂ എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം
പരിക്കേറ്റൊരു കടുവ ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മൃഗമാണ്. ലക്ഷ്യം തെറ്റിയാൽ എൻ്റെ വിധി റിച്ചാർഡ്സിൻ്റേതിന് തുല്യമായിരിക്കും. ഞാൻ വളരെ പതുക്കെ, കുറച്ചുകൂടി വ്യക്തമായി കാണാൻ കഴിയുന്ന വലതുവശത്തുള്ള മറ്റൊരു മരത്തിൻ്റെ അടുത്തേക്ക് മാറാൻ ശ്രമിച്ചു. എൻ്റെ കണ്ണുകൾ കടുവയിൽ നിന്ന് മാറിയിരുന്നില്ല. എന്നാൽ കാടെപ്പോഴും മനുഷ്യന് അനുകൂലമാകണമെന്നില്ലല്ലോ. എൻ്റെ കാലിനടിയിൽ കരിയിലകൾക്കിടയിൽ ഒളിഞ്ഞുകിടന്നിരുന്ന ഒരു ഉണങ്ങിയ മരക്കൊമ്പ് ക്രാക്ക് എന്ന ശബ്ദത്തോടെ പൊട്ടി. നിശബ്ദമായ ആ കാട്ടിൽ അതൊരു ഇടിമുഴക്കം പോലെയാണ് കേട്ടത്. ഉറങ്ങിക്കിടന്ന കടുവ ഒറ്റച്ചാട്ടത്തിന് എഴുന്നേറ്റു. ഒരു നിമിഷം കാട് സ്തംഭിച്ചു നിന്നു. അത് കൃത്യമായി എൻ്റെ നേർക്ക് തിരിഞ്ഞു. ആ നിമിഷം ഞങ്ങളുടെ കണ്ണുകൾ തമ്മിലുടക്കി. മഞ്ഞ നിറത്തിലുള്ള ആ വലിയ കണ്ണുകളിൽ നിറയെ ദേഷ്യവും അസ്വസ്ഥമാക്കിയതിനോടുള്ള ക്രൂരതയുമായിരുന്നു. അത് ചുണ്ടുകൾ കോട്ടി ഭയാനകമായ പല്ലുകൾ കാട്ടി എന്നെ നോക്കി ഒന്ന് ചീറ്റി. അപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. അതിൻ്റെ വലത്തെ കൊമ്പല് പകുതി വെച്ച് ഒടിഞ്ഞു പോയിരിക്കുന്നു. ഇരയുടെ കഴുത്തുടിക്കാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല്ല്. നരഭോജിയായതിൻ്റെ മറ്റൊരു കാരണം കൂടി എനിക്ക് വ്യക്തമായി. അതൊട്ടും സമയം പാഴാക്കിയില്ല. ശരീരത്തിൻ്റെ പിന്നാമ്പുറം താഴ്ത്തി വാൽ നിരത്തടിച്ച് ഒരു താഴ്ന്ന ഗർജനത്തോടെ അതെൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. കൂറ്റൻ മുളങ്കൂട്ടങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സാക്ഷാൽ മൃത്യുദേവനെപ്പോലെ അത് വരികയാണ്. ദൂരം വളരെ വേഗം കുറഞ്ഞുകൊണ്ടിരുന്നു. 50 അടി, 30 അടി, 20 അടി. കടുവ തൻ്റെ സർവശക്തിയുമെടുത്ത് വായുവിലേക്ക് കുതിച്ചുയർന്നു. അതിൻ്റെ വലിയ വായ തുറന്നിരുന്നു. പുറത്തേക്ക് നീട്ടിയ മൂർച്ചയേറിയ നഖങ്ങൾ എൻ്റെ നെഞ്ചിൽ തറയ്ക്കാൻ തയ്യാറായിരുന്നു. സമയം അവിടെ നിശ്ചലമായതുപോലെ എനിക്ക് തോന്നി. മരണത്തിൻ്റെ തണുപ്പ് എന്നെ പൊതിയുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ റൈഫിളിൻ്റെ ബാരൽ തനിയെ ലക്ഷ്യത്തിലേക്ക് നീണ്ടു. കടുവ വായുവിലായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ നെഞ്ചിലെ വെളുത്ത രോമങ്ങൾക്കിടയിലെ കൃത്യമായ ബിന്ദുവിലേക്ക് നോക്കി ഞാൻ ആദ്യത്തെ ട്രിഗർ വലിച്ചു. ബാം! കാടിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആ വലിയ തോക്കിൻ്റെ വെടിയൊച്ച മുഴങ്ങി. തോക്കിൻ്റെ പുറകോട്ടുള്ള ഇടിയിൽ ഞാൻ ഒരു ചുവട് പുറകോട്ട് മാറിപ്പോയി. 400 കാലിബർ ബുള്ളറ്റ് കൃത്യം അതിൻ്റെ നെഞ്ചിലേക്ക് കഴുത്തിന് തൊട്ടു താഴെയായി തുളച്ചു കയറി. ആ അതിശക്തമായ വെവടിയുടെ ആഘാതത്തിൽ വായുവിൽ വെച്ച് തന്നെ അതിൻ്റെ ഗതി മാറി. എൻ്റെ തൊട്ടടുത്തുള്ള ഒരു വലിയ കുറ്റിച്ചെടിയിലേക്ക് വേരോടെ പിഴുത ഒരു വലിയ മരം വീഴുന്ന ശബ്ദത്തോടെ ആ ഭീകരജീവി ചെന്നു വീണു. ഉണങ്ങിയ ഇലകളും പൊടിയും അന്തരീക്ഷത്തിൽ പറന്നുയർന്നു. വേദന കൊണ്ടുള്ള അതിൻ്റെ അലർച്ച കാടിനെ നടുക്കി. അത് വീണ്ടും എന്നെ ആക്രമിക്കാൻ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ തോക്കിൻ്റെ ബാരൽ താഴ്ത്തി അതിൻ്റെ വലിയ തറ ലക്ഷ്യമാക്കി ഞാൻ രണ്ടാമത്തെ വെടിയും ഉതിർത്തു. ആ വെടിയുണ്ട അതിൻ്റെ തലയോട്ടി പിളർന്നു. ആ വലിയ ശരീരമൊന്ന് വിറച്ചു. വാൽ നിലത്തടിച്ച് അവസാനത്തെ ശ്വാസം വായുവിലേക്ക് കലർത്തി അത് നിശ്ചലമായി. കാട് വീണ്ടും കനത്ത നിശബ്ദതയിലേക്ക് വീണു. എൻ്റെ റൈഫിളിൽ നിന്നുയർന്ന നീലപ്പുക കാറ്റിൽ അലിഞ്ഞു ചേർന്നു. വിയർത്തുരിച്ച ശരീരത്തോടെ, വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ ആ നിർജീവമായ ശരീരത്തിനരികിലേക്ക് നടന്നു. എത്ര മനോഹരമായ ഗാംഭീര്യമുള്ള സൃഷ്ടി! വലിപ്പത്തിലും കരുത്തിലും ഈ കാടിൻ്റെ യഥാർത്ഥ രാജാവ് തന്നെയായിരുന്നു അവൻ. അവനെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ എൻ്റെ ഊഹങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞു. അതിൻ്റെ വലത്തെ കോമ്പല് വർഷങ്ങൾക്ക് മുൻപേ ഒടിഞ്ഞതാണ്. കൂടാതെ അതിൻ്റെ ഇടത്തെ മുൻകാലിൻ്റെ വിരലുകൾക്കിടയിൽ ഒരു പഴയ വെടിയുണ്ട തറച്ചിരുന്നതിൻ്റെ വലിയൊരു വടവും ഞാൻ കണ്ടു. അത് പഴുത്ത് വിരലുകളെടുത്ത് വിരലുകൾ വികൃതമായിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു അനധികൃത വേട്ടക്കാരൻ്റെ തോക്കിൽ നിന്ന് പരിക്കേറ്റ് സ്വന്തം സ്വാഭാവിക ഇരകളെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയാതെ വരികയും കൊടും വിശപ്പ് സഹിക്കാൻ വയ്യാതെ ജീവൻ നിലനിർത്താൻ വേണ്ടി അത് മനുഷ്യനെ വേട്ടയാടാൻ നിർബന്ധിതനാവുകയുമായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഭീകരനായ നരഭോജിയെ സൃഷ്ടിച്ചത് മനുഷ്യരുടെ തന്നെ അത്യാഗ്രഹവും ക്രൂരതയുമായിരുന്നു. അന്ന് വൈകുന്നേരം മുളകൊണ്ട് പ്രത്യേകം ഉണ്ടാക്കിയ ഒരു വലിയ മഞ്ചരിൽ കടുവയുടെ ജരം കെട്ടിവെച്ച് ഞങ്ങൾ തിരുനെല്ലി ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. ഗ്രാമവാസികൾക്കാദ്യം തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാസങ്ങളായി അവരുടെ ഉറക്കം കെടുത്തിയ, അവരുടെ പ്രിയപ്പെട്ടവരെ തട്ടിയെടുത്ത, ഒരിക്കലും കൊല്ലാൻ കഴിയില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്ന ആ ഭീകരൻ ഇതാ ജീവനില്ലാതെ കിടക്കുന്നു. സന്തോഷം കൊണ്ട് പലരും പൊട്ടിക്കരഞ്ഞു. അവർ ആഘോഷങ്ങൾ തുടങ്ങി, പന്തങ്ങൾ കൊളുത്തി നൃത്തം ചെയ്തു. ഗ്രാമത്തലവൻ എൻ്റെ കൈകൾ പിടിച്ച് നിറകണ്ണുകളോടെ നന്ദി പറഞ്ഞു. സാഹേബ്,
താങ്കൾ ഞങ്ങൾക്കൊരു ദൈവമാണ്. ഈ രാക്ഷസരിൽ നിന്ന് താങ്കൾ ഞങ്ങളെ രക്ഷിച്ചു. ഞങ്ങളുടെ വരും തലമുറകൾ താങ്കളെ ഓർക്കും. ഞാൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്നാൽ എൻ്റെ കണ്ണുകൾ ആ കടുവയുടെ നിർജീവമായ ശാന്തമായ മുഖത്തായിരുന്നു. രാക്ഷസൻ അല്ല, ഒരിക്കലുമല്ല. സാഹചര്യങ്ങളുടെ ഇരയായ കാടിൻ്റെ ഒരു അഭിമാനിയായ ചക്രവർത്തിയായിരുന്നു അവൻ. കേണൽ റിച്ചാർഡ്സിനും ആ കാടിൻ്റെ മറ്റിരകൾക്കും നീതി ലഭിച്ചുവെന്നത് സത്യമാണ്. എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രകൃതിയുടെ ഇത്രയും മനോഹരമായ ഒരു മഹത്തായ ജീവനെ ഇല്ലാതാക്കേണ്ടി വന്നതിൻ്റെ ഒരു ചെറിയ വേദനയെന്നും ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ മഞ്ഞൻ പുതപ്പണിഞ്ഞ തിരുനെല്ലി മലനിരകളോട് വിട പറയുമ്പോൾ കാട്ടിൽ നിന്ന് ഒരു മയിലിൻ്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. ഭയത്തിൻ്റെ നിഴലുകൾ മാറി ആ വനഭൂമി അതിൻ്റെ പഴയ താളത്തിലേക്കും ശാന്തതയിലേക്കും മടങ്ങുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരിക്കൽ കൂടി ഞാൻ തിരിഞ്ഞു നോക്കി. എന്നിട്ട് എൻ്റെ ഗ്രാമത്തിലേക്ക് നടന്നു.